ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ സോളോ ലെവലിങ്ങിൻ്റെ എപ്പിസോഡ് 3 ഇറങ്ങിയിരിക്കുകയാണ്. എപ്പിസോഡ് 3 പറഞ്ഞാൽ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും പോയി എപ്പിസോഡ് കാണുക. എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുകയാണ്. കാരണം ഈ എപ്പിസോഡിലൂടെ നമ്മൾ കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂജിനും സാഞ്ചുനും കൂടെ ഒരു ഡഞ്ചൻറ്റ് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അപ്പം ഇവിടെ യൂജിൻ നോക്കുമ്പോൾ യൂജിനോട് വണ്ടർ ആവുകയാണ്. കാരണം സാഞ്ചുനോവിൻ്റെ പവറപ്പ് ഈ നെക്രോമാൻസ് പവറൊന്നും യൂജിൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം യൂജിൻ ആ കൂടെ വണ്ടർ അടിച്ച് യൂജിൻ സാഞ്ചുനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പുതിയ പവർ? അപ്പോൾ സാഞ്ചുനോ പറയുന്നുണ്ട്, ഇതെൻ്റെ പുതിയ പവറാണ്, ഇത് വെച്ച് എനിക്ക് നെക്രോമാൻസിനെ എങ്ങനെ ആക്കാം, ഇങ്ങനെ വെച്ചതാക്കാം. അപ്പം യൂജിൻ നോക്കുമ്പം യൂജിൻ ആ കൂടെ വണ്ടറായി. യൂജിനിപ്പോൾ ആ കൂടെ ഒരു വിഷമമാണ്. കാരണം ഇപ്പോൾ താൻ തീരെ യൂസ്ലെസ് ഒരു ഫീലാണ് യൂജിന് തോന്നുന്നത്. അപ്പോൾ യൂജിൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ യൂജിന് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞാൻ ആ ജെംസെങ്കിലും കളക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതും നെക്രോമാൻസിൽ വെച്ചാണ് ഷാഡോ ആർമീസാണ് കളക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഒരു ഷാഡോ ആർമി വന്നിട്ട് കുറച്ച് ജെംസ് യൂജിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ആ ഡഞ്ചൻ റേഞ്ചിൻ്റെ സീൻ കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു സീൻ കാണിക്കുന്ന വേറൊരു ഡഞ്ചൻ്റെ ഉള്ളിൽ 2-3 ഈ ഹണ്ടേഴ്സ് ഇങ്ങനെ റെഡി ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒരു പുതുതായിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ടേക്ക് മീ ഹോം എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് ആരാണ് എന്താണെന്ന് മനസ്സിലായി. ഇത് വലിയ മാജിക്കൽ ബീസ്റ്റാണോ ആരാണ് എന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല. അവിടെയുള്ള ബാക്കിയുള്ള ഹണ്ടേഴ്സിനെല്ലാം ഒരു ഹണ്ടർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഹണ്ടർ പറയുന്നുണ്ട്, ഞാൻ ഹ്യൂമനാണ്, ഞാനൊരു ഡഞ്ചൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണ്, എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകണം, ടേക്ക് മീ ഹോം എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം അതാരാണ് എന്താണെന്നുള്ളതൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതൊരു സസ്പെക്ട് ക്യാരക്ടറാണ്. അതിന് ശേഷം പിന്നെ കാണുന്നത് യൂജിനും സാഞ്ചുനും കൂടെ ഒരു ബാർബിക്യൂവിലിരുന്ന് ബാർബിക്യൂ ചെയ്ത് അവരിങ്ങനെ സംസാരിക്കുന്നൊരു സീനാണ്. അപ്പോൾ സാഞ്ചുനും ഇങ്ങനെ ചോദിക്കുന്നു, അങ്ങനെ നമ്മുടെ 19 റെയ്ഡ് കംപ്ലീറ്റ് ആയി, ഇനി മാസ്റ്റർ ഗിൽറ്റിന് വേണ്ടി ചോദിക്കാമല്ലോ എന്നൊക്കെ സാഞ്ചുനോ യൂജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കംപ്ലീറ്റ് ആയി, ഇനി എൻ്റെ അച്ഛനോട് ചോദിക്കണം, അങ്ങനെ എനിക്കെൻ്റെ അച്ഛൻ്റെ ഗിൽറ്റ് ടേക്ക് ഓവർ ചെയ്യണം. പക്ഷേ എൻ്റെ ബ്രദർ ഇങ്ങനെ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് അവരിങ്ങനെ കുറച്ച് ഫാമിലി ബിസിനസ് കാര്യങ്ങളായിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് യൂജിൻ പറയുന്നുണ്ട്, എൻ്റെ ബ്രദറും ഞാനും അത്ര നല്ല ഒരു ടൈംസിലല്ല, ഞങ്ങളൊരു നല്ല റിലേഷൻഷിപ്പിലും അല്ല പോകുന്നത്. അപ്പം യൂജിൻ പറയുന്നുണ്ട്, സാഞ്ചുനോ നിങ്ങൾ എൻ്റെ ബ്രദറായിരുന്നെങ്കിൽ എനിക്ക് അയാൾക്ക് നല്ലതായിരുന്നു. കാരണം നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പ് പോലും എനിക്ക് എൻ്റെ ബ്രദറുമായിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ബ്രദറിന് എന്നെ തീരെ താല്പര്യമില്ല. അങ്ങനെ യൂജിൻ ഇങ്ങനെ സങ്കടം കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാഞ്ചുന പറയുന്നുണ്ട്, എനിപ്പോൾ നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ എൻ്റെ യങ്ങർ ബ്രദറായിട്ട് ഞാൻ കണക്കാക്കി, ഇതോട്ട് നീ എൻ്റെ യങ്ങർ ബ്രദറാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ അടുത്ത സീൻ നമ്മൾ കാണുന്നത് മറ്റേ പുതുതായിട്ട് വന്ന ഹണ്ടറിനെ ഒരു സെല്ലിനെ തടച്ചിട്ടേക്കാണ്. അപ്പോൾ പുറത്ത് 2 ഏജൻസ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇവൻ ആരാണ് എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവനൊരു ഫോറിൻ ഹണ്ടറാണെന്ന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ, ഇവന് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് ഇവൻ ആരാ എന്താണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ആ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ആളെ വിളിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നൊരു സീൻ നമുക്ക് അവിടെ കാണാം. ഈ വിളിച്ചിരിക്കുന്ന ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുങ്ഡോങ് ആണ്, അതായത് മറ്റേ എക്സ്ട്രാ ഹണ്ടറാണ്. പുള്ളിയാണ് ഇവന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന ഹണ്ടർ. ഡോങ് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കയറി സീൻ കാണിക്കുന്നുണ്ട്. അടുത്തത് കാണിക്കുന്ന സാങ്ജുനോ എങ്ങോട്ട് പോകാനായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്തോട്ട് പോകാൻ ഒരുങ്ങുന്നതാണ്. അപ്പം അവൻ്റെ സിസ്റ്റർ ചോദിക്കുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നതാണ്, കുറച്ച് ദിവസത്തേക്ക് വരത്തില്ലെന്ന്. അപ്പം സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഗേൾ ഫ്രണ്ടോ എന്തെങ്കിലും ആയോ, അതുകൊണ്ടാണോ നീ എന്നോട് പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോകുന്നതെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡഞ്ചനിലോട്ടാണ്, പണ്ടത്തെ ഡഞ്ചൻ്റെ, അതായത് അവനെ അറ്റാക്ക് ചെയ്യാൻ പകുതി വെച്ചിട്ട് നിർത്തിയിട്ട് പോയ ഡഞ്ചൻ്റെ, അവൻ്റെ അമ്മേനെ രക്ഷിക്കാനുള്ള മരുന്നെടുക്കാനുള്ള ആ ഡഞ്ചനിലോട്ടാണ് അവൻ പോകുന്നത്. അവിടെ ആ ഡഞ്ചൻ്റെ ഉള്ളിൽ അവൻ വീണ്ടും കയറി അവൻ്റെ പവറൊന്ന് ലെവലപ്പ് ചെയ്ത് അവൻ ആ മരുന്നെടുക്കാനുള്ളതിന് വേണ്ടി അവൻ വീണ്ടും ആ ഡഞ്ചനിലോട്ട് തന്നെ പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവനൊരു ചെറിയൊരു കോൺടെസ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് അവന് ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന 10,000 ഡീമൻസ്, 10,000 ഡീമൻസിനെ അവൻ കില്ല് ചെയ്യണം, എന്നാലേ അവൻ അടുത്ത ലെവലിലോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തോ 100ാമത്തെ ഫ്ലോറിൽ എന്തോ ആണ് അതിൻ്റെ 3ാമത്തെ മരുന്ന് വരെ ഇരിക്കുന്നത്. അപ്പം ഇതിൽ പോകാൻ വേണ്ടി അവൻ ഓരോ ഡീമൻസിനെ വെച്ച് ഇങ്ങനെ കൊന്ന് പവറപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
അടുത്ത സീൻ നമ്മൾ കാണുന്നത് യൂജിൻ അവൻ്റെ അച്ഛനോട് ഗൾട്ട് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്കഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അപ്പം അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് ഈ ഗിൽട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്പോൾ യൂജിൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് സാധിക്കും, ഞാനത് കേപ്പബിൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പറയുന്നത് നിൻ്റെ അവൻ്റെ യൂജിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂടെ അല്ലേ സഞ്ജനോ ഉള്ളത്? അപ്പോൾ യൂജിൻ പറയുന്നുണ്ട്, ആ ഉണ്ട്, അവൻ മറ്റേ ഡബിൾ ഡഞ്ചൻ ഇൻസിഡൻറ്റിലുള്ളവനല്ലേ, അവനതിൽ സർവൈവർ അല്ലേ, പിന്നെ കൂടാതെ റീസെൻ്റായിട്ട് നടന്ന ഒരു ഡഞ്ചൻ റെയ്ഡിനകത്ത് അവനല്ലേ അവൻ്റെ ടീം മെമ്പേഴ്സിനെല്ലാം രക്ഷിച്ചതെന്ന് യൂജിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അതേ യൂജിൻ പറയുന്നുമുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച് പല റൂമേഴ്സും കേൾക്കുന്നുണ്ട്. അവൻ റീഅവേക്കനിങ് ആയിട്ടുണ്ട്. കൂടാതെ വൈറ്റ് ടൈഗർ ഗിൽട്ട് അവനെ സീക്രട്ടായിട്ട് റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, റൂമറുണ്ട്. അപ്പം നിനക്ക് ഈ ഗിൽട്ട് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ സഞ്ജനോവിനെ നീ നമ്മുടെ ഗിൽട്ടിലോട്ടേക്ക് റിക്രൂട്ട് ചെയ്യണം. നിന്നെക്കൊണ്ടത് സാധിക്കുമെങ്കിൽ നീ ഈ ഗിൽട്ട് ടേക്ക് ഓവർ ചെയ്യാൻ നോക്കിക്കോളാൻ യൂജിൻ്റെ അച്ഛനോട് പറയുന്നത്. അപ്പോൾ യൂജിൻ അത് സമ്മതിക്കുന്നുണ്ട്. സഞ്ജനോ എന്തായാലും നമ്മുടെ ഗിൽട്ടിലുണ്ടാവും, ഞാൻ അവനെ റിക്രൂട്ട് ചെയ്യും എന്ന് യൂജിനും അത് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സീൻ നമ്മൾ വീണ്ടും കാണുന്നത് സഞ്ജനോ ഉള്ള ആ ഡഞ്ചനാണ്. സഞ്ജനോ ആ ഡഞ്ചനിലുള്ള ഇത് ബീസിനെ എല്ലാം കൊന്നു അവൻ പവറപ്പ് ചെയ്ത് ലെവലപ്പ് ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ബട്ട് സഞ്ജനോ നോക്കുമ്പോൾ സഞ്ജനോൻ്റെ ലെവലിനെക്കാട്ടും വളരെ ലോ ആയിട്ടുള്ള ബീസിനെയാണ് അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഞ്ജനോ നോക്കുന്നത് ഇത്രയ്ക്ക് വീക്ക് ബീസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നതെന്ന് സഞ്ജനോ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സഞ്ജനോ ഇങ്ങനെ ആ കോൺടെസ്റ്റൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ അവനടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അവൻ്റെ മറ്റേ ഐസ് ബിയറിനെ സമൺ ചെയ്യും. ഐസ് ബിയറിൻ്റെ പുറത്താണ് പോകുന്നത്. അപ്പോൾ ഈ ഐസ് ബിയറിൻ്റെ പുറത്ത് പോകുമ്പം ഐസ് ബിയറിൻ്റെ ബോസാണ് ഇവൻ സമൺ ചെയ്തേക്കുന്നത്. അപ്പം ഈ ബോസ് തീരെ വീക്കല്ല എന്നുള്ള സീൻ നമ്മളതിനകത്ത് കാണുന്നുണ്ട്. ബോസ് അവിടെയുള്ള ബാക്കിയുള്ള ഡീമൻസിനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതും കൊല്ലുന്ന സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ജനു ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് സഞ്ജനു അടുത്ത ലെവലിലോട്ടേക്ക് പോയി. അടുത്ത ലെവലിലോട്ടും പോയി ഇങ്ങനെ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്ത് ലെവലപ്പായി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, ഫുഡ് കഴിക്കും, പിന്നെയും അറ്റാക്ക് ചെയ്യും, ബാക്കിയുള്ളവരെ അങ്ങനെ അറ്റാക്ക് ചെയ്യും, റെസ്റ്റ് ചെയ്യും. അങ്ങനെ അവൻ അറ്റാക്ക് ചെയ്ത് 10,000 പേരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവൻ 50ാമത്തെ ലെവലിലോട്ട് കയറി അടുത്ത ഫ്ലോറിലോട്ട് 50ാമത്തെ ഫ്ലോറിലോട്ടേക്ക് അവൻ പോയി. 50ാമത്തെ ഫ്ലോറിൽ നോക്കുമ്പോൾ ഒരു മാജിക്കൽ ബീസ്റ്റ് കിങ്ങും അവൻ്റെ ഒരു ആർമിയും തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജനോ അവൻ്റെ ആർമീനെയും സമൺ ചെയ്യും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സങ്ങിൻ്റെ വീട്ടിലേക്ക് മറ്റേ വൈറ്റ് ടൈഗർ ഹൾട്ടിൽ അവർ രണ്ടുപേരും വന്ന ബീഗ്രാങ് ഹണ്ടറും പിന്നെ മറ്റേ സെക്രട്ടറിയും കൂടെ വന്നിട്ട് സങ്ങിനെ അന്വേഷിക്കും. അപ്പോൾ സങ്ങിൻ്റെ സിസ്റ്റർ മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അവരറിയുന്നു. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, ഈ സമയത്ത് സങ് എവിടെയായിരിക്കും, അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കാരണം അവൻ്റെ പവർ എന്താണെന്നും അവൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല. അവന് റീഅവേക്കനിങ് കിട്ടിയതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഇവർ രണ്ടുപേരാണ് സങ്ങിൻ്റെ പവർ കണ്ടിട്ടുള്ളൂ. ഈ സമയത്ത് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മുടെ സാങ് അവിടെ അവൻ്റെ ആർമീനെ സമൺ ചെയ്ത് ഫൈറ്റിനായിട്ട് റെഡി ആയിട്ടുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. ഇനി സാങ്ങിന് അറ്റാക്ക് കൊടുക്കുന്നതിന് മുമ്പ് സാങ് പറയുന്നുണ്ട്, എൻ്റെ ബോസിനെ എനിക്ക് വിട്ടേക്ക്, ബാക്കിയുള്ളവരെ നീ അറ്റാക്ക് ചെയ്യണം. അപ്പം ഇവർ രണ്ടുപേരും ആർമി തമ്മിലുള്ള നല്ലൊരു കിട്ടിലും ഫൈറ്റ് സീൻ നമ്മൾ കാണുന്നുണ്ട്. ഈ ഫൈറ്റ് സീനിൻ്റെ ഇടയ്ക്ക് സാങ് വിചാരിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ ബീസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, അതായത് ബോസ് എപ്പോഴാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ആ ഒരു സമയത്തിന് വേണ്ടി സാങ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഈ ടൈം കൊണ്ട് പെട്ടെന്ന് അവിടെ ബോസിനെ കാണുന്നില്ല. ബോസ് ഇവിടെ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് അവൻ്റെ ആർമീനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. ആ ദേഷ്യത്തിൽ സാങ് ചാടി വന്ന് ബീസ്റ്റിനെ മുഖത്തിൻ്റെ അടിക്കുക. അപ്പോൾ ബീസ്റ്റ് അവിടെ നിന്ന് തെറിച്ചപ്പുറം പോയി. സാങ് തന്നെ ഞെട്ടിപ്പോയി. വെറും കൈ കൊണ്ട് അടിച്ചിട്ട് അവൻ ഇത്രയ്ക്ക് പവറായിരുന്നു. അപ്പോൾ സാങ് വിചാരിച്ചു അവൻ്റെ സ്ട്രെങ്സിന് കൊടുത്ത പോയിൻറ്റ്സ് വെറുതെ ആയില്ല, കാരണം അമ്മാതിരി പവർ ഷോട്ടായിരുന്നു കൊടുത്തത്. ആ ബീസ്റ്റ് അങ്ങോട്ടേക്ക് മാറി തെറിച്ച് പോയി വീഴുകയാണ് ചെയ്തത്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ വീണ ബീസ്റ്റ് തിരിച്ച് എണീറ്റ് വന്ന് പവറപ്പായിട്ടുള്ളൊരു റോറ് നടത്തുന്നതാണ്. ആ റോറ് കണ്ട് സഞ്ജന ഒന്ന് ജസ്റ്റ് ഒന്നതായി. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് കാണുകയാണ്. അപ്പോഴത്തേന് അയൻ്റെ കയ്യിൽ നിന്ന് സഞ്ജന ഒരു ഷീൽഡ് മേടിച്ച് അവൻ്റെ ബീസ്റ്റിൽ നിന്നുള്ള അറ്റാക്ക് അവൻ എസ്കേപ്പ് ചെയ്താണ്. അത് കഴിഞ്ഞ് അവൻ എങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ബീസ്റ്റ് നമ്മുടെ സാങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാങ് എങ്ങനെ അവനെ ബീറ്റ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി മുമ്പോട്ട് ഓടി നോക്കുമ്പോൾ സാങ്ങിന് മുമ്പിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നേരെ ഓടി പുറക്കെയാണെങ്കിൽ ബീസ്റ്റ് ഇങ്ങനെ പുറകെ വരുന്നുണ്ട്. ഇവൻ ഓടി ആ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി ഇവൻ്റെ ബീസ്റ്റിനെ നേരെ ഒരു അറ്റാക്ക് നടത്തിയ ബീസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യുന്ന സീനാണ് കാണുന്നത്. കഴിഞ്ഞിട്ട് അവനടുത്ത് അങ്ങനെ ആ ബീസ്റ്റിനെ അടിച്ചു പോകുന്നവൻ ആ ലെവലപ്പ് ആയി. അടുത്ത സീനിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മറ്റേ 400 ഡങ് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സീനാണ്. ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുന്ന ഒരു സീൻ നമ്മളവിടെ കാണുന്നുണ്ട്.
ഡങ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ വല്ല ഹ്യൂമൻ തന്നെയാണോ അതോ വല്ല മാജിക്കൽ ബീസ്റ്റ് ആണോ അതിനെന്തെങ്കിലും. അപ്പം മറ്റേ പുള്ളി പറയുന്നുണ്ട്, സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ, എൻ്റെ DNA ടെസ്റ്റ് നോക്കിയിട്ട് ഇതാക്കി. അപ്പം ഡോങ് അവൻ്റെ ഹിസ്റ്ററി ലിസ്റ്റൊക്കെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. ആ സമയത്ത് മറ്റേ പുള്ളി ചോദിക്കുന്നുണ്ട്, മാജിക്കൽ ബീസ്റ്റിനെ ഡഞ്ചനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തോരം അറിവുണ്ട്, അവിടെയുള്ള ഇപ്പോഴത്തെ ബീസ്റ്റും ഇപ്പോഴത്തെ ഡഞ്ചനും തമ്മിലുള്ള വേറെ കുറേ വ്യത്യാസങ്ങളുണ്ട്, ഗോഡ് ലെവൽ പവറായിട്ടുള്ള കുറേ ബീസ്റ്റ്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ നോർമൽ പവർ വെച്ചിട്ടുള്ള അറ്റാക്ക് കൊണ്ടൊന്നും കാര്യമായിട്ടില്ല, നമ്മളെല്ലാവരും പവറപ്പ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ബീറ്റ് ചെയ്യുന്നതാണ് ഈ പുള്ളീൻ്റെ എയിം എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മുടെ ഡങ് പറയുന്നുണ്ട്, അതൊക്കെ സാരമില്ല, ഇപ്പോൾ കുറേ ഹണ്ടേഴ്സ് ഉണ്ട്, ഏത് ലെവൽ ഓഫ് ബീസ്റ്റിനെ വേണമെങ്കിലും അവരെ അടിച്ചിടുമെന്ന് ഡങ് ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. മറ്റേ പുള്ളി പറയുന്നുണ്ട്, അത് അങ്ങനെയല്ല, നിങ്ങൾക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്, അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഡങ് അവൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫാമിലി, നിനക്ക് 2 മക്കളും ഉണ്ടല്ലേ, നിൻ്റെ മോൻ്റെ പേരെന്താണെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പുള്ളി പറയുന്നുണ്ട്, എനിക്കറിയാം, എൻ്റെ പേര് സഞ്ജിനോ ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചാൽ, എന്താണ് നിൻ്റെ കണ്ണിൽ ഇത്ര മേഡേഴ്സ് ആയിട്ടുള്ളൊരു ലുക്ക് എന്താണോ വരുന്നത്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഡാങ് പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെ മോൻ ചത്ത് കഴിഞ്ഞു എന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ മറ്റേ സഞ്ജിനുവിൻ്റെ അച്ഛൻ മറ്റേ ഒരു പവർ കാണിക്കുന്നുണ്ട്. 2 പേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് സെക്കൻഡ് അവിടെ കാണുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സാങ് നിൽക്കുന്ന ഡഞ്ചനാണ്. സാങ് അവിടെയുള്ള ബീസ്റ്റിനെ എല്ലാം കൊന്ന് അടുത്തൊരു ബീസ്റ്റ് ബോസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണ്. ഈ ബോസ് ആണെങ്കിൽ സഞ്ജനുമായിട്ട് അറ്റാക്ക് കണ്ടിട്ട് പേടിച്ച് മറിച്ച് നിൽക്കുന്നതാണ്. അതിനെ അവൻ ഡിഫീറ്റ് ചെയ്ത് അവനിങ്ങനെ ലെവലപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന് കുറേ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഇയറിങ് ഒരു ചെയിൻ പോലത്തെ ഒരു സാധനമൊക്കെ കിട്ടി. അങ്ങനെ അവനതൊക്കെ കളക്ട് ചെയ്ത് അവൻ്റെ ആർമീനൊക്കെ അവൻ പവറപ്പ് ചെയ്ത് ലെവലപ്പായി. അങ്ങനെ അവനിങ്ങനെ കളക്ട് ചെയ്ത് അവൻ്റെ മാജിക്കൽ പോർഷനിലുള്ള 2 സാധനങ്ങൾ അവൻ കളക്ട് ചെയ്തു. ഇനി ഒരു സാധനം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവനുള്ള മാജിക്കൽ പോർഷൻസ് അവന് കംപ്ലീറ്റ് ആയിട്ട് ഇതാകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി അവൻ അടുത്ത ബോസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഇതായി. പക്ഷേ അവന് ഫുഡും കാര്യങ്ങളും എല്ലാം അവൻ്റെ തീർന്ന് അവന് ഒരു വീക്ക് ആകാൻ തുടങ്ങിയ ശേഷം അവൻ ഇന്നത്തെ റെയ്ഡ് അവൻ അവസാനിപ്പിച്ച് അവൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അതേസമയം നമുക്ക് അടുത്ത സീൻ കാണുന്നത് ഈ സാഞ്ജനുവിൻ്റെ അച്ഛനും മറ്റേ സ്വാങ് ഡോങ് തമ്മിലുള്ള ഫൈറ്റിങ്ങിന് ശേഷം അവിടെ നടക്കുന്ന ഒരു ഇമ്പാക്റ്റ് തമ്മിലുള്ള ഒരു ഇതാണ്, റൂയിൻസ് നമ്മൾ കാണുന്നത്. അവിടെ സ്വാങ് ഡോങ്ങിൻ്റെ ഒരു കൈ പോയി ഇരിക്കുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അതിനുശേഷം അതോടെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് കാണും. അപ്പോൾ ഇതൊരു കിട്ടുന്ന എപ്പിസോഡായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക, ഇതൊരിക്കലും മിസ് ചെയ്യരുത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിലും കൂടുതൽ വിഷയമായിട്ടുള്ള സാധനങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.